Hello friends, welcome to my channel Civil Tips and Tricks. In Tips and Tricks for Civil Engineer. എൻ്റെ വീഡിയോ വന്നിട്ട് എല്ലാ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാംസിനും പിന്നെ SSC JEE റെയിൽവേ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ടിമ്പറിലെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് പാർട്ടായിരുന്നു, ഇത് രണ്ടാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. ഓക്കെ, ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കേരള PSCന്ന് ഇതൊരു 1 to 4 ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാവശ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്ന് കാണുന്നുണ്ട്. ഓക്കെ, there are 15 defects of timber due to natural forces. എന്തൊക്കെയാണെന്ന് ഇപ്പം നോക്കാം. ബേൾസ്, കാലസ്, കെമിക്കൽ സ്റ്റെയിൻ, കോഴ്സ് ഗ്രെയിൻ, ഡെഡ് വുഡ്, ഡ്രക്സിനസ്, ഫോക്സിനസ്, നോട്ട്സ്, റിൻഡ്ഗാൾ, ഷേക്സ്, ട്വിസ്റ്റഡ് ഫൈബർ, അപ്സെറ്റ്സ്, വാട്ടർ സ്റ്റെയിൻ, wind cracks. Okay, birds nu പറഞ്ഞാൽ the growth of the tree completely upset irregular projections appear on the body of the timber due to the injury or shock received at its young age. It is also known as excrescences. Okay, excrescences. Okay, അത് വന്നിട്ട് ഇതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിമ്പർ യങ് ഏജിൽ വന്നിട്ട് എന്തെങ്കിലും ഷോക്കോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഇഞ്ചുറിയോ വന്നു കഴിഞ്ഞാൽ ഈ മുളച്ച് ആ ട്രീയിൽ തന്നെ ചെറുതായിട്ട് മുളച്ചിരിക്കും അവിടെ ഇവിടെയൊക്കെ. അതിന് പറയുന്നതാണ് ബേൾസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തൊക്കെ ട്യൂമർ വരത്തില്ല, ഇങ്ങനെ അരിമ്പാറ, അതുപോലെ ട്രീയിൽ വന്നിട്ട് അരിമ്പാറ വരുന്നതാണ് ബേൾസ്. ഓക്കെ, അരിമ്പാറ പോലെ വരുന്നതാണ് ബേൾസ്. കാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ട്രീസിലെല്ലാം വന്നിട്ട് ബ്രാഞ്ച് വന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ സ്ഥലത്ത് വന്നിട്ട് സോഫ്റ്റ് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യും. ഓക്കെ, ആ കട്ട് ചെയ്ത ഭാഗത്തിൽ അറ്റത്ത് മുതൽ സോഫ്റ്റ് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യുന്നതിന് പറയുന്നതാണ് കാലസ്. ഓക്കെ, ആ ഡിഫക്റ്റിന് പറയുന്നതാണ് കാലസ്. കെമിക്കൽ സ്റ്റെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വുഡിൽ വന്നിട്ട് കെമിക്കൽ ആക്ഷൻ കാരണം കളർ ചേഞ്ച് വരും. ഓക്കെ, അതിന് പറയുന്നതാണ് കെമിക്കൽ സ്റ്റെയിൻ. ദ വുഡ് ഈസ് ഡിസ്കളേർഡ് ബൈ കെമിക്കൽ ആക്ഷൻ കോസ്ഡ് ഫ്രം സം എക്സ്റ്റേണൽ ഏജൻസി. ഓക്കെ, coarse grain. If the tree grows rapidly, the rings are widened. It is known as coarse grain. Okay, ട്രീസ് വന്നിട്ട് നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ അതിൽ ആ റിങ്സ് ഉണ്ടല്ലോ, ആനുവലർ റിങ്സ്, ആ റിങ്സ് വന്നിട്ട് വൈഡനാവും. ഓക്കെ, അതിന് പറയുന്നതാണ് കോഴ്സ് ഗ്രെയിൻ. ഓക്കെ, ഡ്രക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് വൈറ്റ് ഡീക്കേഡ് സ്പോട്സ് കൺസീൽഡ് ബൈ ഹെൽത്തി ടിമ്പർ. ഓക്കെ, ഹെൽത്തി ടിമ്പറിൽ വൈറ്റ് ഡീക്കേഡ് സ്പോട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ഡ്രക്സിനസ്. ഓക്കെ, ഇതാണ് ഡ്രക്സിനസ്. അത് വൈറ്റ് കളർ സ്പോട്സ് വന്നുണ്ടല്ലോ, അതാണ് വന്നിട്ട് ഡ്രക്സിനസ്. റിൻഡുകൾ പർട്ടിക്കുലർ കർവ്ഡ് ഷേപ്ഡ് സ്വെല്ലിങ്സ് ഫൗണ്ട് ഓൺ ദ ട്രീ ഈസ് നോൺ ആസ് റിൻഡുകൾ. ഓക്കെ, they will develop points where branches are importantly cut off or removed. branches remove ചെയ്ത സ്ഥലത്ത് ചെറുതായിട്ട് ഇങ്ങനെ മുളച്ചു വരും. ഓക്കെ, അതിന് പറയുന്നതാണ് റിൻഡുകൾ. ഓക്കെ, ഇതാണ് റിൻഡുകൾ. ഓക്കെ, ഷേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ക്രാക്സ് വിച്ച് പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫ്രം ദ ഫൈബർ ഓഫ് വുഡ്. ഓക്കെ, നമ്മുടെ വുഡിൽ ഫുള്ളായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി ആയിട്ടോ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്ന വുഡ് ഫൈബേഴ്സിൽ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നതാണ് ഷേക്സ്. ഓക്കെ, ഷേക്സ് പല ടൈപ്പ് ഉണ്ട്. കപ്പ് ഷേക്ക്, ഹാർട്ട് ഷേക്ക്, റിംഗ് ഷേക്ക്,
സ്റ്റാർ ഷേക്ക്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, എന്താ, റേഡിയൽ ഷേക്ക്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കർവ്ഡ് ക്രാക്ക് സെപ്പറേറ്റിംഗ് പാർട്ട്ലി വൺ ആനുവൽ റിംഗ് ഫ്രം അനദർ. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ റിങ്സിൽ ചെറിയ കപ്പ് ഫോമിൽ എന്താ സെപ്പറേറ്റ് ആയി വരുന്നു. നമ്മുടെ വുഡിൽ ചെറിയ ചെറിയ കപ്പ് ഷേപ്പിൽ ഓരോ ആർക്ക് പോലെ, ചെറിയ ചെറിയ ആർക്ക് പോലെ സെപ്പറേറ്റ് ആയി ആ വുഡ് വന്നിട്ട് അടുത്ത വുഡിൽ ഇരിക്കുന്ന വുഡായിട്ട് സെപ്പറേറ്റ് ആയി വരും. ഓക്കെ, അതിന് പറയുന്നതാണ് കപ്പ് ഷേക്ക്. ഓക്കെ, ഹാർട്ട് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ക്രാക്സ് എക്സ്റ്റെൻഡിങ് ഫ്രം പിത്ത് ടു സാപ്വുഡ്. ഓക്കെ, നമ്മുടെ പിത്ത് എന്ന് പറഞ്ഞ നടുവിൽ ടിമ്പറിന്റെ ഏറ്റവും നടുവിലത്തെ ഭാഗത്ത് നിന്ന് സാപ്വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രീസിന്റെ ഏറ്റവും അറ്റത്തെ ഭാഗം. ഓക്കെ, അറ്റത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മീൻസ് ക്യാമ്പിയം ലെയറിന്റെ മുമ്പ് വരുന്ന വുഡാണ് സാപ്വുഡ്. ഓക്കെ, പിത്ത് നടുവിലത്തെ ഭാഗം തൊട്ട് സാപ്വുഡ് വരെ ക്രാക്സ് വൈഡൻ ഷേക്ക്, അതിന് പറയുന്നതാണ് ഹാർട്ട് ഷേക്ക്. ഓക്കെ, ഇതാണ് ഹാർട്ട് ഷേക്ക്. അടുത്തതൊന്ന് റിംഗ് ഷേക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ് ഷേക്ക് ഉണ്ടല്ലോ, കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞാൽ മീൻസ് നമ്മുടെ വുഡ് ഫൈബേഴ്സ് കുറച്ചേ വന്നിട്ട് ക്രാക്സ് വരത്തുള്ളൂ. ഓക്കെ, കർവ്ഡ് ക്രാക്ക് വരത്തുള്ളൂ. പക്ഷേ റിംഗ് ഷേക്കിൽ എൻറ്റയർ റിങ്, ഒരു ഫുൾ റിങ് വന്നിട്ട് ക്രാക്ക് വരും. അതിന് പറയുന്നതാണ് റിംഗ് ഷേക്ക്. ഓക്കെ, സ്റ്റാർ ഷേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്സ് എക്സ്റ്റെൻഡിങ് ഫ്രം ബാർക്ക് ടു സാപ്വുഡ്, ബാർക്കിൽ നിന്ന് സാപ്വുഡ് വരയ്ക്കും ഉള്ള ക്രാക്കിന് പറയുന്ന ആ ഒരു ഡിഫക്റ്റിന് പറയുന്നതാണ് സ്റ്റാർ ഷേക്ക്. ഓക്കെ, ഇതാണ് സ്റ്റാർ ഷേക്ക്. ബാർക്ക് തൊട്ട് സാപ്വുഡ് വരയ്ക്കും ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് സ്റ്റാർ ഷേക്ക്. റേഡിയൽ ഷേക്ക് ദീസ് ക്രാക്ക് റൺ ഫ്രം ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ബാർക്ക് ടുവേർഡ്സ് ദ സെന്റർ. ഓക്കെ, നമ്മുടെ ഇത് റേഡിയൽ ഷേക്ക് വന്ന് നമ്മുടെ ട്രീ മുഴുവനായിട്ട് നമുക്ക് ഒരു കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറ്റുള്ള ഷേക്സ് വന്നാൽ കുറച്ചൊക്കെ നമുക്ക് ആ ട്രീ വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റേഡിയൽ ഷേക്ക് വന്നിട്ട് ക്രാക്ക് എക്സ്റ്റെൻഡ് ഫ്രം ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ബാർക്ക് ടുവേർഡ്സ് ദ സെന്റർ. ഓക്കെ, ബാർക്കിൽ നിന്ന് സെന്റർ വരയ്ക്കും ക്രാക്ക് വരും. പിന്നെ വന്നിട്ട് അത് അതിൻ്റെ ഡയറക്ഷൻ ഫോളോ ചെയ്തിട്ട് അത് ആനുവൽ റിങ്സിലും ഈ ക്രാക്സ് വരും. പിന്നെ വന്നിട്ട് പിത്തിലായിരിക്കും ലാസ്റ്റ് വന്നിട്ട് ഈ ഷേക്ക് എൻഡ് ആവുന്നു, ഈ ഷേക്കിൻ്റെ ഡിഫക്റ്റ് എൻഡ് ആവുന്നു. ഓക്കെ, സോ ഈ ഒരു ക്രാക്ക് വരാനേ പാടില്ല. ഇതാണ് റേഡിയൽ ഷേക്ക്. ട്വിസ്റ്റഡ് ഫൈബറിന്റെ വേറെ പേരാണ് വാണ്ടറിങ്. ഓക്കെ, വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ ദീസ് ഫൈബേഴ്സ് ഓഫ് വുഡ് ആർ ട്വിസ്റ്റഡ് ഇൻ വൺ ഡയറക്ഷൻ ഡ്യൂ ടു ദ ട്വിസ്റ്റിംഗ് ഓഫ് യങ് ട്രീസ് ഫ്രം ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ്. ദേ ആർ നോൺ ആസ് വാണ്ടറിങ് ഹാർട്സ്. ഓക്കെ, ചെറിയ പ്രായത്തിൽ ഈ ട്രീസിന് ചെറിയ പ്രായത്തിൽ തന്നെ വിൻഡ് ബ്ലോ ചെയ്യുമ്പം ഈ ട്രീസ് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ആവും. ഓക്കെ, അപ്പം വരുന്ന ഡിഫക്റ്റിന് പറയുന്നതാണ് ട്വിസ്റ്റഡ് ഫൈബർ അല്ലെങ്കിൽ അതിന് വാണ്ടറിങ് എന്നും പറയും. ഇതാണ് ട്വിസ്റ്റഡ് ഫൈബർ. ഓക്കെ, വാണ്ടറിങ് ഹാർട്സ്. ഓക്കെ, പിന്നെ wood are injured by crushing or compression. Upsets are mainly improper due to improper felling of trees. Okay, exposure of tree in its young age due to fast blowing of wind. Okay, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ് നന്നായിട്ട് ഫ്ലോ ചെയ്യുമ്പം നമ്മുടെ ട്രീ വന്നിട്ട് അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് വന്നിട്ട് അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ. ഓക്കെ, ഇതാണ് ക്രഷായി പോകും, വിൻഡ് വന്ന് ക്രഷായി പോകും. അതിൽ പറയുന്നതാണ് അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ. വാട്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ വുഡ് വന്നിട്ട് കളർ ചേഞ്ച് നടക്കും. ഓക്കെ, അതിന് പറയുന്നതാണ് വാട്ടർ സ്റ്റെയിൻ. ഓക്കെ, ഡിസ്കളർ ആയി പോകും. പിന്നെ വന്നിട്ട് ഇതാണ് വാട്ടർ സ്റ്റെയിൻ. പിന്നെ വിൻഡ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ സർഫസ് ഓഫ് വുഡ് ഷ്രിങ്ക് ഓർ ക്രാക്സ് വെൻ എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ ഏജൻസ്. ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വുഡ് എക്സ്പോസ് ചെയ്യുമ്പം വുഡ് വന്നിട്ട്
ഷ്രിങ്ക് ആയി പോവും, അല്ലെങ്കിൽ ക്രാക്സ് വരാൻ. ഷ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ചുരുങ്ങിപ്പോവും. ഓക്കെ, പിന്നെ വന്നിട്ട് ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, വിൻഡ് ക്രാക്സിന്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ കണ്ട ഡിഫക്ട്സ് ഉണ്ടല്ലോ, നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടായ ഡിഫക്ട്സ് പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം എന്ന് പറയുന്ന ട്രിക്കാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അറ്റ് ദ ടൈം വെൻ വിൻഡ് ആൻഡ് റെയിൻ കീം. ഓക്കെ, ഒരു സമയത്ത് വെയിലില്ല കാറ്റും മഴയും വന്നപ്പം സം ഫോക്സസ് വെയർ പ്ലേയിങ് ഫുട്ബോൾ. കുറച്ച് ഫോക്സസ് വന്നിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈൽ പ്ലേയിങ് football, one fox called and that his leg were injured and they went to see the doctor. Okay, കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോക്സ് വിളിച്ചു, എന്താണ് അവൻ്റെ കാലിൽ വന്നിട്ട് ഇഞ്ചുറി വന്നു. ഓക്കെ, എന്നിട്ട് എന്തായി, അവനെ കൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ കൊണ്ടുപോയി. ഓക്കെ, ദേ റിങ്ഡ് ദ ഡോർ ഓഫ് ദ ഡോക്ടേഴ്സ് ക്ലിനിക്. ഓക്കെ, അവർ വന്നിട്ട് ഡോക്ടേഴ്സ് ക്ലിനിക്കിൻ്റെ ഡോർ റിങ് ചെയ്തു. ഓക്കെ, Doctor seen the injury and noted that it is a twisted fiber. ഡോക്ടർ കണ്ടപ്പം നോട്ട് ചെയ്ത് വെച്ചു, എന്താണ് ഇത് ട്വിസ്റ്റഡ് ഫൈബർ ആണെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ഇഞ്ചേർഡ് ഫോക്സ് ഹേർഡ് ദിസ് ആൻഡ് ഗോട്ട് വെരി അപ്സെറ്റ് ദാറ്റ് ഹീ വുഡ് ബി ഡെഡ് ആൻഡ് ഹീ ഫെയിൻറ്റഡ്. ഓക്കെ, ഇഞ്ചേർഡ് ഫോക്സ് ഇത് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് അപ്സെറ്റായി, ഡെഡ് ആവുമെന്ന് വിചാരിച്ച് തല ഇറങ്ങി താഴെ വീണു. ഓക്കെ, ഡോക്ടർ എന്ത് ചെയ്തു, ഫോക്സിന്റെ ഹെഡ് ഷേക്ക് ചെയ്തു. ഓക്കെ, ഡോക്ടർ ഷേക്ക്ഡ് ദ ഫോക്സ് ഹെഡ് ആൻഡ് മേഡ് ഹിം ഗെറ്റ് അപ്പ് ഫ്രം ഹിസ് ബെഡ്. ബെഡിൽ നിന്ന് എണീക്കാൻ വേണ്ടി ഡോക്ടർ ഫോക്സിന്റെ ഹെഡ് ഷേക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് ഹീ ഗേവ് സം കോസ് ഡ്രഗ്സ് കണ്ടെയ്നിങ് കെമിക്കൽസ്. ഓക്കെ, ഡോക്ടർ വന്നിട്ട് കുറച്ച് കോസ് ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്തു. അതിൽ കെമിക്കൽസ് ഉള്ള കോസ് ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, ഇനി ഇതെങ്ങനെ പെട്ടെന്ന് ഓർത്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡിൽ മാർക്ക് ചെയ്തതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് ക്രാക്ക്, റെയിൻ എന്ന് പറഞ്ഞാൽ വാട്ടർ. ഓക്കെ, സോ വാട്ടർ സ്റ്റെയിൻ. ഓക്കെ, റെയിൻ എങ്ങനെയാണ്, വാട്ടർ അല്ലേ, അപ്പോൾ വാട്ടർ സ്റ്റെയിൻ. ഫോക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സിനസ്. ബാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BUR ബേർഡ്. കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലസ്. ഓക്കെ, റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിൻഡ് ഗാർഡ്. ഓക്കെ, നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് തന്നെ. ട്വിസ്റ്റഡ് ഫൈബർ തന്നെ. അപ്സെറ്റ് വന്ന് അപ്സെറ്റ് തന്നെ. ഡെഡ് എന്ന് പറഞ്ഞാൽ ഡെഡ് വുഡ്. ഷേക്ക് എന്ന് പറഞ്ഞാൽ ഷേക്സ്. കോസ് എന്ന് പറഞ്ഞാൽ കോസ് ഗ്രെയിൻ. ഓക്കെ, ഡ്രഗ്സ് എന്ന് പറഞ്ഞു ഡ്രഗ്സിനസ്. കെമിക്കൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ സ്റ്റെയിൻ. ഓക്കെ, ഈ ഐഡിയ വന്നിട്ട് രേവതി എന്ന് പറഞ്ഞ സിവിലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്തിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് എനിക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വന്നിട്ട് ടിമ്പറിലെ ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ് കാരണം വരുന്ന ഡിഫക്ട്സ് നോക്കാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.